ഹലോ എവരിവൺ, IVF മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം IVF സംബന്ധമായ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് സക്സസ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല, റീസെൻ്റായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുകയുണ്ടായിരുന്നു, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നത്. പല ആളുകൾക്കും ഉള്ള സംശയമാണ്, ഞാൻ കുളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയാണ്. ഫസ്റ്റ്ലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെൻഷൻ ഒന്നും അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റർടൈൻമെൻറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. മൈൻഡ് ഒന്ന് കാമായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഈ റിസൾട്ടിനെ പറ്റി എപ്പോഴും ഏതെങ്കിലും വറി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടും. അപ്പോൾ അത് നമുക്ക് ശരീരത്തിലേക്ക് ഉപയോഗിക്കേണ്ട വേണ്ട പ്രൊജസ്ട്രോണിന് ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെൻഷൻ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പാട്ട് കേൾക്കുക, കുറച്ച് സമയം കിടന്ന് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് ബോഡിയെ ഹീറ്റ് ആക്കരുത്. ബോഡി ഒന്ന് ഒരു കാമായിട്ട് അല്പം തണുപ്പായിട്ട് അത് ഇരിക്കാനായിട്ട്. ഓക്കെ, അതാണ് മെയിൻലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കില്ല. നമ്മുടെ ശരീരത്തിൽ 90% വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ ഇത്തിരി ഹോർമോൺ ടാബ്ലറ്റ്സ് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള നമുക്ക് ആവശ്യം ഇല്ലാത്ത വിഷാംശങ്ങളെല്ലാം പുറന്തള്ളുന്നതിനും ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓരോരുത്തരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇത്ര ലിറ്ററിൻ്റെ കണക്ക് പറയുന്നില്ല, ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻസ് എല്ലാം കൃത്യസമയത്തിന് കഴിക്കും. ഒറ്റ മെഡിസിൻ പോലും മിസ്സാകാതിരിക്കുന്നത്. ഡോസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജസ്ട്രോണൊക്കെ ചിലപ്പോൾ പുറമേ സപ്ലിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജസ്ട്രോണൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ടിങ്, ബ്ലീഡിങ്, അങ്ങനെ പല കാര്യങ്ങളും, പിന്നെ മിസ്കാരേജ്, അങ്ങനെ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻസ് കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെഡിസിൻ ഡോസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് സ്റ്റെപ്പുകൾ അധികം കയറി ഇറങ്ങരുത്. അതാണ് മെയിൻലി ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്ര നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ കയറാം. സ്റ്റെപ്പ് കയറുന്നത് നല്ലതല്ല. നമ്മുടെ അടിവയറിൽ സ്ട്രെയിൻ വരുന്ന ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുക. പിന്നെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ തൽക്കാലത്തേക്ക് ഹെവി എക്സസൈസ് ഒന്നും വേണ്ട, ചെറിയ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് നടക്കുകയൊക്കെ ചെയ്യാം. അതായത് ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയാണെന്ന് നമുക്ക് തന്നെ തോന്നുകയും, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ടിനെ പറ്റി ഏതൊരു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ ആ പോസിറ്റിവിറ്റി നഷ്ടപ്പെടും. നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് അതിജീവിക്കാൻ പറ്റും. പിന്നെ ദൈവവിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ദൈവികമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു കാംനെസ് ആണ് ഫീൽ ചെയ്യുക. ഭയങ്കരമായ അന്ധവിശ്വാസത്തിൻ്റെ അല്ല, പക്ഷേ അങ്ങനെ ഡിവൈൻ പ്ലേസിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കാമായിട്ട് മനസ്സിനൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാതിരിക്കുക. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ട് ദൂരെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിനായിട്ട് യാത്ര ചെയ്യാതിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ട്രെയിനിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നാൽ കുഴപ്പമില്ല, പക്ഷേ ഓട്ടോയും അങ്ങനെയൊന്നും ചെയ്യാതെ ബസ്സും ചെയ്യാതിരിക്കുക. ഒറ്റ സ്ട്രെച്ചിന് എന്തായാലും യാത്ര ചെയ്യാതിരിക്കുക. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായാലും യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. യൂറിൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ യൂട്രൈൻ കോൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻസ് കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ യൂറിനൊന്ന് ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തായാലും യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് യൂറിനൊന്ന് ഹോൾഡ് ചെയ്യാതിരിക്കുക. പിന്നെ മിക്കവരും ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കുളിക്കാൻ പോകുന്നുള്ള ആൾക്കാർക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വരുവാണ്. എന്തായാലും എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാലോ, കുനിഞ്ഞിട്ട് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഷവർ ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റൂളിൽ ബക്കറ്റ് കയറ്റി വെച്ചിട്ട് ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുനിഞ്ഞിട്ടുള്ള പരിപാടിയും ചെയ്തിട്ടില്ല. പിന്നെ തല തോർത്തുമ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിൻ ആയിട്ടുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
നമുക്കങ്ങനെ തോർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര സ്ട്രെയിൻ ചെയ്തത് തോർത്തിയിട്ടുമില്ല. കുളിച്ചിട്ടുണ്ട്, എന്തായാലും എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. കാരണം എനിക്കത് ഭയങ്കര ചൂടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്കൊരു ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. നിങ്ങൾക്ക് ഹാപ്പി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രധാന കുളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു ബോഡി എങ്ങനെ ഹീറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കണ്ട. പിന്നെ അത്ര തണുപ്പുള്ള കാലാവസ്ഥയിലുള്ള ആൾക്കാർക്കൊക്കെയാണ് ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈൽഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ബോഡീനെക്കാട്ട് ഹീറ്റ് കൂടുതലുള്ളത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഒരുപാട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. കാരണം പ്രൊജസ്ട്രോൺ കഴിക്കുമ്പോൾ ഓൾറെഡി നല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അധികം ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. എന്താ പറയുക, ഇലക്കറികളൊക്കെ കഴിക്കണം നല്ലതാണ്. ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള സംഭവം ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾ ഫോളേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ബ്രോക്കോളി, ചീര അതൊക്കെ ഉൾക്കൊള്ളിക്കുക. പിന്നെ നട്ട്സ് നമുക്ക് ആവശ്യമുണ്ടാവും. നട്ട്സ്, ബദാം, വാൾനട്ട് ഒക്കെ കഴിക്കാം. കാഷ്യൂ ഒരുപാട് അളവിൽ കഴിക്കണം. ചിലപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കാഷ്യൂ നല്ലതാണ്. എല്ലാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഒരു മിതത്വം എല്ലാത്തിലും പാലിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവക്കാഡോ, കിവി വളരെ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇംപ്ലാന്റേഷനും ഹെൽപ്ഫുൾ ആകും. പിന്നെ ഞാൻ അവക്കാഡോ അധികം കഴിച്ചിട്ടില്ല. ഞാൻ കിവിയാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. കിവി തന്നെ വിറ്റാമിൻ സി റിച്ചുമാണ്. അപ്പോൾ പ്രതിരോധ ശേഷിക്കും നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടും. അതുകൊണ്ട് കിവി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോബസ്റ്റ പഴം കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ ഫ്രൂട്ട്സിലൊക്കെ. പിന്നെ എന്താ പറയുക, ഈ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം പിന്നെ വലിയ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. ഫിഷ്, അതായത് അതിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ട്. ഈ മെർക്കുറി കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു വിഷാംശമാണ്. അത് ഇംപ്ലാന്റേഷൻ അല്ല, കുട്ടീനെ നമുക്ക് വലിയ ആൾക്കാർക്ക് ദഹിപ്പിക്കുന്നതിന് പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്ക് അത് എന്താ പറയുക, ചെറിയ ഫീറ്റസ് അല്ലേ, അത് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കും. അതുകൊണ്ട് മെർക്കുറി കണ്ടന്റ് ആയിട്ടുള്ള വലിയ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുക. സ്രാവ്, ചൂര, അങ്ങനെ വലിയ വലിയ മത്സ്യം. അയില ഞാൻ ഫിഷ് കഴിക്കുന്ന ആളല്ല, അയിലയും കഴിക്കാതിരിക്കുക. ചിലത് നല്ലതല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അഭിപ്രായം അറിയില്ല. പക്ഷെ അതുകൊണ്ട് വലിയ ഫിഷസ് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. മെർക്കുറി കണ്ടന്റുള്ള ഫിഷസ് ഒഴിവാക്കുക. പിന്നെ എന്താ പറയുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കോള, സ്പ്രൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ അതും നമ്മുടെ ഇംപ്ലാന്റേഷനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അബോഷനായി പോകാനൊക്കെ സാധ്യതയുണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക. വെള്ളം കുടിക്കുക. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കുടിക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കും വെള്ളം ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഒരുപാട് തവണ കുടിച്ചിട്ടുള്ള ഒരു സംഭവം വെള്ളം കൂടിയാണ് കരിക്കും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബോഡിയിൽ ജലാംശം നിലനിർത്താനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് കരിക്കും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ട് നല്ല എന്താ പറയുക നല്ല ചിന്തകളോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ഓവർ റെസ്റ്റ് എടുക്കാതിരിക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അത് ഫുൾ ടൈം ഇങ്ങനെ TV ഒന്നും കണ്ടുകൊണ്ടിരിക്കരുത്. അതായത് നമ്മൾ സ്ക്രീൻ ടൈം അത് ഉപയോഗിക്കരുത്. പിന്നെ വൈഫൈ അത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പോഴത്തെ കാലത്ത് വൈഫൈനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും ഒന്നും പറ്റത്തില്ല. മൊബൈലിനും പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അകത്തുള്ള കുഞ്ഞിനും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വിചാരിച്ച് നമ്മൾ സ്വയമേവേ ഒന്ന് നിയന്ത്രിക്കുക. പിന്നെ ഒരുപാട് സ്പൈസി ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കഴിക്കാം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അസിഡിറ്റി കൂടാതിരിക്കുന്നതിന് നമ്മുടെ പിന്നീട് അങ്ങോട്ട് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഫുൾ ടൈം നല്ല ഗ്യാസ് ആയിരുന്നു. അപ്പോൾ മിക്കവർക്കും നല്ല ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ആദ്യമേ തുടങ്ങി ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരുപാട് മധുരമുള്ള സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുക. അതും ഷുഗർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് IVF പ്രഗ്നൻസി ഒക്കെ ആകുമ്പോഴത്തേക്കും ഷുഗർ സ്പൈക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.